ഐഷോ സ്പീഡിന്റെ ലൈവ് സ്ട്രീം കാരണം ചൈനയ്ക്ക് ഉണ്ടായ ചീത്തപ്പേര് ഒന്നില്ലാണ്ട് എല്ലാം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനും പൊട്ടർ ചെയ്യാനും ചൈനക്കാരനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. ഈ ചൈനയിലുള്ള ഡെവലപ്മെന്റും ചൈന എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം, ഇന്ത്യക്കാർക്ക് അറിയാം, കാരണം നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമല്ലേ. പക്ഷേ ഈ അമേരിക്കൻ മീഡിയാസ് ചൈനനെ എങ്ങനെയാണ് പൊട്ടർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ അവിടെ ഈ ജാക്കി ചാനെ പോലെ കരാട്ടയൊക്കെ പഠിച്ച് കമ്മ്യൂണിസ്റ്റ് ആണ്, അവിടെ മൊത്തം ഒരു ഡെവലപ്മെന്റും ഇല്ല, കുറെ ഫാക്ടറി ഉണ്ട്, രാവിലെ എണിച്ചാൽ ഫാക്ടറി പോവുക, ജോലി ചെയ്യുക, വൈകുന്നേരം വരിക, മാർഷൽ ആർട്സ് ട്രെയിനിങ് ഒക്കെ ചെയ്യുക, ജാക്കി ചാനെ പോലെ ആവുക, കിടന്നുറങ്ങുക. ഇതാണ് വെസ്റ്റേൺ മീഡിയ ചൈനയെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അമേരിക്ക പണ്ടേ കമ്മ്യൂണിസത്തിന് എതിരായതുകൊണ്ട് ഈ ചൈനന്റെ കമ്മ്യൂണിസം ആ രീതികളൊന്നും ഒട്ടും ഇഷ്ടമല്ല. പൊളിറ്റിക്കലി രണ്ടുപേരും രണ്ട് രീതിയിലാണുള്ളത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ സ്പീഡ് ചൈനയിൽ പോയിട്ട് റിയൽ ലൈഫിൽ ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്നത്. ബീജിങ്ങിലും ഷാങ്ഹായിലും പോയിട്ടുണ്ട്. 6 മണിക്കൂറിന്റെ ലൈവ് സ്ട്രീമാണ്. ലൈവ് സ്ട്രീം അറിയാലോ, എഡിറ്റിങ്ങും കട്ടിങ് മറ്റേതൊന്നും നടക്കില്ല, മാനിപ്പുലേഷൻ ഒന്നും അവിടെ നടക്കില്ല. എന്താണോ ഉള്ളത് അതുപോലെ ആയിരിക്കും എല്ലാവരും കാണുക. 2 വീഡിയോസിന് 10 മില്യന്റെ മേലെ വ്യൂസ് ഉണ്ട്. ചൈനയിലെ മൊത്തം ഡെവലപ്മെന്റ് അവർ ഫുള്ള് നാട്ടെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് സ്പീഡിന്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കണ്ട് കണ്ണ് തള്ളി പോകുന്നതും, അവിടുത്തെ മെയിൻ കാർ കമ്പനീസ് ആയ നമ്മുടെ ഷവോമിന്റെ പുതിയൊരു SUV വന്നിട്ടുണ്ട്, അതിന്റെ സ്പീഡ്, അതിന്റെ പ്രൈസ്, പിന്നെ അതേപോലെ BYDന്റെ മറ്റേ ചാടുന്ന കാറില്ലേ, ആ കാറൊക്കെ കാണിച്ചു കൊടുത്ത് അതൊക്കെ മേടിച്ചു. പിന്നെ ഹുവായിന്റെ ആ ഒരു 3 മടക്കുന്ന ആ ഒരു ഫോണിൽ അത് കാണിച്ചു കൊടുത്തു, അത് മേടിച്ചു. ഇതൊക്കെ ലൈവ് സ്ട്രീമിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ചൈനീസിൽ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാർ വരിക, അങ്ങനെ ഫുൾ ഇന്ററാക്ഷനും ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. അതുപോലെ ആ ഒരു ഏഷ്യൻ കൾച്ചർ ഉണ്ടല്ലോ, ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള, അതൊക്കെ എല്ലാവരും കണ്ടു. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയാസ് ഇത്ര കാലം ഉണ്ടാക്കി വെച്ച ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ചീത്തപ്പേര് ചൈനയുടെ, അത് മൊത്തം മാറിയിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലുള്ള എല്ലാ പിള്ളേർക്കും ഇപ്പൊ മനസ്സിലായി. വലിയ ആൾക്കാരൊന്നും സ്പീഡിന്റെ ലൈവ് സ്ട്രീം ഒന്നും കാണില്ല, പിള്ളേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, ചെറിയ പിള്ളേർക്ക് മനസ്സിലായി ഇതൊക്കെ പ്രൊപ്പഗൻഡ ആയിരുന്നു എന്നുള്ള കാര്യം.